എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 15-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്.
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വാഗ്ദാന പേടകത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടിക്കുള്ളത്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് എന്താ പറയണത്? കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ചെയ്ത് ജീവിച്ചോളാമെന്നാണ്. ഇപ്പം പുറപ്പാട് ജീവിതത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇപ്പം ഇവർ ജെറിക്കോ കോട്ട പൊടിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ജോർദാൻ വറ്റിക്കുന്നുണ്ട്. ഈ ജെറിക്കോ കോട്ട പൊടിക്കുമ്പോഴും ജോർദാൻ വറ്റിക്കുമ്പോഴും അവിടുത്തെ താരമാരാ? വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് ഈ ജെറിക്കോ കോട്ട പൊടിക്കാൻ പറ്റത്തുള്ളൂ. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് നമ്മുടെ ജോർദാൻ വറ്റിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാഗ്ദാന പേടകത്തെ കാവുന്ന പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. ജോഷുവ 6:4. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കും. ഇപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്ന്, വാഗ്ദാന പേടകയുടെ തോളിലിരിക്കണതും ഇവർ കാഹളം മുഴക്കുമ്പോൾ പട്ടണം തള്ളിയിടുന്ന ആരാണ്? അത് കാഹളത്തിൻ്റെ സ്വരം കേട്ടിട്ടല്ല, മറിച്ച് യഹോവ തന്നെയാണ് തള്ളിയിടണത്. പക്ഷേ യഹോവയുടെ വിശ്വസ്തത കാണിക്കുന്ന ജീവിതമാണ് അവർക്കുള്ളത്. ഇനി ജോർദാൻ്റെ വായിച്ച് ജോഷുവ 3:14-15. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ വാഗ്ദാന പേടകം കാവുന്ന പുരോഹിതൻ ജോർദാനിൽ ചവിട്ടിയപ്പോൾ ജോർദാൻ പിളർന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച് അവർ വാഗ്ദാന നാട്ടിലേക്ക് കടന്നുപോയി. ഇപ്പം ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരാണ് ജോർദാൻ വറ്റിക്കണത്? വാഗ്ദാന പേടക പ്രകാരം വിശ്വാസത്തിൻ്റെ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ഇവർ നയിക്കുമ്പോൾ ദൈവമാണ് ജോർദാൻ പറ്റിക്കണത്. അതറിയണമെങ്കിലേ പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതാണ്. അപ്പം കർത്താവാണ് ജോർദാൻ പറ്റിച്ചതും കർത്താവാണ് ജെറിക്കോ തകർത്തതും. അപ്പം നമ്മൾ ഉടമ്പടി എടുത്ത് വാഗ്ദാനപ്രകാരം ശാന്തമായി ജീവിക്കുമ്പോൾ ബാക്കി നമ്മുടെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ മേലും ദൈവിക ഇടപെടലുണ്ടാകും. ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ പുന്നപ്ര സെൻറ്റ് ജോസഫ് ഫെറോണ ചർച്ചിൽ ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2017 നഴ്സിംഗ് പഠനത്തിന് പോകുന്ന സമയത്താണ്. ഞാൻ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുകയും തുടർന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനും സാധിച്ചു. അതിനുശേഷം ഞാൻ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോയതിനാലും എനിക്ക് ഉടമ്പടി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം 2025 ഞാൻ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും എടുത്തു. ആ ടൈമിൽ ഞാൻ സൗദിയിലേക്ക് നോക്കുമായിരുന്നു പുറത്തേക്ക്. പ്രൊമട്രിക് എക്സാമിന് ഡേറ്റ് എടുത്തു. അന്ന് എക്സാമിന് പോയപ്പോൾ ഞാൻ കാശ് രൂപവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്.
ഹാളിലേക്ക് കയറിയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ഞാൻ എനിക്കറിയാവുന്നതാണെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അറിയാത്ത ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ അവിടെ സ്ക്രീനിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് എക്സാം കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് സമയം ഞാൻ പതുക്കെ വായിച്ചുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ എല്ലാ സ്പീഡിൽ ഓരോന്ന് വായിച്ച് ആൻസർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് വിടുമ്പോഴും ഞാൻ കുരിശ് വരയ്ക്കുന്നുണ്ടായിരുന്നു. കുരിശ് വരച്ച് ഓരോ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കി പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയ സമയത്ത് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചു, ഇനി എനിക്കൊരു എക്സാം എഴുതേണ്ട വരുന്നത് ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത്. 1 മാസത്തിന് ശേഷം റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ കുറേ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. ഒരുപാട് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തെങ്കിലും ഒന്നിൻ്റെയും ഇൻ്റർവ്യൂ ഡേറ്റോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റോ ഒന്നും വന്നില്ല. ഞാൻ ആഗ്രഹിച്ചത് MOU ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടണമെന്നാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും അപ്ലൈ ചെയ്തത് അങ്ങനത്തെ വേക്കൻസി ആയിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് ഞാൻ ഇവിടെ വന്ന് ആ സമയത്ത് തന്നെ എൻ്റെ അനിയനും ഒരു ജോലി എന്ന നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ടും ഞാൻ അയച്ച MOUൻ്റെ വേക്കൻസിയും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് 2-3 മാസമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെയും ഡേറ്റ് വരാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏജൻസിക്കാരെന്നോട് പറഞ്ഞു, ഇനിയും MOU നോക്കിയിരിക്കേണ്ട, നമുക്ക് പ്രൈവറ്റ് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ MOU എന്ന സ്വപ്നം എനിക്ക് മറക്കാൻ പറ്റണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് മറന്നു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രൈവറ്റിന് അപ്ലൈ ചെയ്തു. അങ്ങനെ പ്രൈവറ്റിനൊരു വേക്കൻസി വന്നു. അതിന് ഞാൻ ഇതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ കാശ് രൂപമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അതിനെനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ വരുന്നില്ല. അപ്പോഴും വീണ്ടും തടസ്സങ്ങളായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ വരാതെ 2-3 മാസം വെയിറ്റ് ചെയ്തു. പിന്നെ ഏജൻസിക്കാരെന്നോട് പറയുകയാണ്, ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടും ആ പ്രൈവറ്റിൻ്റെ വേക്കൻസി വരുന്നില്ലല്ലോ, നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ ആ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ എക്സാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഡയറക്റ്റ് സൗദി പോയി വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ നിന്ന് ജോലി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചിട്ട് പോയി വീട്ടിലേക്ക്. അപ്പോൾ ഞാനൊരു വേക്കൻസി കാണുകയാണ്. ഞാൻ പണ്ട് മാതാവിനോട് ഞാൻ MOU എന്ന സ്വപ്നം മറക്കണമെന്ന് പറഞ്ഞത് കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ ആഗ്രഹിച്ച ആ വേക്കൻസി വീണ്ടും വേറൊരു ഏജൻസി വഴി ഞാൻ ആ വേക്കൻസി കാണുന്നു. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തെ വിലയിരുത്തി. ഞാൻ ചെറുപ്പം നാൾ മുതൽ മാതാവിനോടും ഈശോയോടും ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എന്നാലും എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആ കുറവുകളെ ഞാൻ നികത്താൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇതുവരെ അയച്ച ഒരു MOUവിനും ഇൻ്റർവ്യൂ ഡേറ്റ് വന്നില്ല. എന്നാൽ ഞാൻ അന്ന് അയച്ച ഇൻ്റർവ്യൂ ഡേറ്റിന് ഞാൻ ആഗ്രഹിച്ച അതേ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരിക. അന്ന് ചൊവ്വാഴ്ച ഏജൻസിക്കാരെന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നോന്ന്. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് 55 പേരിൽ 12 പേർക്ക് മാത്രമായിരുന്നു അന്ന് ആ ദിവസം ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ ഇതുപോലെ കാശ് രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ചെന്ന സമയത്ത് തന്നെ ഞാൻ എന്താണോ പറയരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ എൻ്റെ വായിൽ നിന്ന് വന്നു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത്. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ അല്ല ഞാൻ പറഞ്ഞത്, അതിനോട് സാമ്യമുള്ള എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. അതിനുശേഷം രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നതായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അനിയനും ഒരു ജോലി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ദിവസമായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ പാട് തന്നെ അവൻ്റെ കാര്യം വിളിച്ച് തിരക്കിയപ്പോൾ അവന് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി, എനിക്കും മാതാവ് അത് തരും. എൻ്റെ റിസൾട്ട് അപ്പോൾ അറിയാൻ പറ്റില്ല, പക്ഷെ ഞാൻ വിശ്വസിച്ചു അവന് എൻ്റെ അനിയന് കൊടുത്തെങ്കിൽ എനിക്കും മാതാവ് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് തരണമെന്ന് മാതാവിൻ്റെ ഈശോയുടെയും പദ്ധതിയാണ് അവിടെ നിറവേറുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അവിടുന്ന് പോയി. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടായിരുന്നു പോയത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. സാധാരണ ഒരു ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി 2 ആഴ്ച കഴിഞ്ഞാലാണ് ഓഫർ ലെറ്റർ വരുന്നത്. എനിക്ക് സെലക്ഷൻ കിട്ടി അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലമല്ല, ഞാൻ ആഗ്രഹിച്ചത് റിയാദായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് അബഹ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് നിരാശയായിരുന്നു. ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം തന്നിട്ടുള്ളത് ഈശോയും മാതാവും തന്നതെല്ലാം നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ ഹിതമല്ല, മാതാവിൻ്റെയും ഈശോയുടെയും ഹിതം നിറവേറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചൊവ്വാഴ്ചയാണ് ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം ഒരുപാട് തടസ്സങ്ങളിൽ നിന്ന് വന്നാലും
ഇത് കിട്ടി തുടങ്ങിയ ശേഷം പിന്നെ സമചുരുക്കത്തിൻ്റെ മാതാവ് എല്ലാം പെട്ടെന്നായിരുന്നു. ഓഫ് ലെറ്റർ സൈൻ ചെയ്ത് ഒരാഴ്ച തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ എടുക്കാൻ ഞാൻ പോകുന്ന സമയത്ത് രാവിലെ ഞാൻ വെറുതെ ജസ്റ്റ് ഗൂഗിളിലൊന്ന് ആ സെൻറ്ററിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അവിടെ മെഡിക്കൽ എടുക്കുന്നവർക്കൊന്നും ഫിറ്റ്നസ് കിട്ടുന്നില്ല എന്ന്, എല്ലാ നെഗറ്റീവ് കമൻറ്റ് മാത്രം. അവിടെ പോയി മെഡിക്കൽ എടുത്താൽ നിങ്ങൾ ഫിറ്റ് ആവില്ല. അന്ന് രാവിലെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് സെൻറ്റർ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. തലേദിവസം ഞാൻ പ്രീ മെഡിക്കൽ എടുത്തപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ മെറിറ്റ് 0 ആണ്. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന സെൻറ്ററിലെയും മെറിറ്റ് ഇല്ല. ഇനി മാതാവ് ഈശോയുടെയും കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സെലക്ഷൻ ഈ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. ഓരോ ടെസ്റ്റ് എടുക്കുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കാഷ്ട്യൂബും കയ്യിൽ പിടിച്ചുകൊണ്ടും തൈലം പൂശിയാണ് ഞാൻ ടെസ്റ്റ് എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ റിസൾട്ട് എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചൊവ്വാഴ്ച വരുമെന്ന്, പിറ്റേ ദിവസം തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ചയിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണ വിശ്വാസത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് ചൊവ്വാഴ്ച ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് എന്നും പറഞ്ഞ മെസ്സേജാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിസ വരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. വിസ വന്നു കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ റിസൈൻ വെച്ചോ, ഇനിയിപ്പോൾ ഒട്ടും സമയം ഉണ്ടാവില്ല, ടിക്കറ്റ് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് 2 വർഷം ആകാൻ കുറച്ച് ദിവസമുണ്ട്, ഒരാഴ്ച 2 ആഴ്ചത്തെ ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു, ഈശോയോടും മാതാവിനോടും എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം നീട്ടി കിട്ടണം, എനിക്ക് 2 വർഷം കംപ്ലീറ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ തന്നെ 2 വർഷം കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഏപ്രിൽ 22-ാം തീയതി ഞാൻ ഇറങ്ങി. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്ന് മെയ് 10-ന്, ഇനി ഞായറാഴ്ചയാണ് എനിക്ക് പോകാനുള്ള ടിക്കറ്റ് വന്നേക്കുന്നത്. എൻ്റെ ഈശോയും മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അതിനെല്ലാത്തിനും നന്ദി പറയുകയാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ വരുമ്പോഴും നമ്മൾ ഈശോയുടെ മാതാവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സമചുരുക്കത്തിൻ്റെ മാതാവ് നമുക്ക് സമയമാകുമ്പോൾ അത് ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസന പത്രം പള്ളിയിലും അതുപോലെ ആശുപത്രിയിലും കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് കൊടുക്കുമ്പോൾ ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. എനിക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് മാതാവെ പറഞ്ഞു തരണേ. അതുപോലെ എനിക്ക് സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് സന്തോഷത്തോടെയാണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ അവിടെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പറ്റുമ്പോഴൊക്കെ പൈസ കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ചെയ്തത്. ആത്മീയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിൽ മാതാവിനോടൊരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ കൂടുതൽ ഈശോയുടെ മാതാവിനോട് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിഞ്ഞു. ഇനിയും എൻ്റെ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാം തിരുവചനം അരുളി ചെയ്യുന്നു, യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്ന ഈ ഒരു തിരുവചനത്തിൽ ഇസ്രായേൽ ജനതയെ ദൈവം വിളിക്കുന്ന ഓമന പേരാണ് യശ്രൂൺ. ബൈബിളിൽ 2 പ്രാവശ്യം മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അഞ്ജലി ദാസ് ഒരു പുതിയ വ്യക്തിയായി നവീകരിക്കപ്പെട്ട് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ എങ്ങനെ മാറ്റി, തൻ്റെ കൂദാശ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും എങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു, താൻ എങ്ങനെ ഇന്ന് ഈശോയുടെ മകളായി എന്നൊക്കെ നമ്മോട് തൻ്റെ അനുഭവത്തിലൂടെ പങ്കുവച്ചു. എങ്ങനെയാണ് താൻ നവീകരിക്കപ്പെട്ട വ്യക്തിയായത്, ദൈവത്തെ സ്വന്തമാക്കിയത്. അതായത് ഇവിടെ ദൈവം നമ്മെ ദൈവത്തെ നാം ആത്മീയ സ്വത്താക്കി മാറ്റുകയാണ്. നമ്മുടെ ആത്മീയ സ്വത്തായി ദൈവത്തെ മാറ്റുന്ന ഉടമ്പടി അത്രയേറെ നമ്മുടെ സ്വന്തമാകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം കൂദാശ ജീവിതത്തിലൂടെ നാം അഭിവൃദ്ധിപ്പെടുമ്പോൾ ആ ദൈവം സന്തോഷിക്കുകയാണ്. ഇന്ന് യുവതി യുവാക്കളായ ഒത്തിരി മക്കൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ജീവിതം നയിച്ച് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ അവർ ഏറ്റവും അമൂല്യരായ വ്യക്തികളായി മാറുമ്പോൾ തീർച്ചയായും നമ്മുടെ സാമൂഹ്യ സുസ്ഥിതി അത് കൂടുതൽ ബലപ്പെടുകയാണ്. ഇതിനൊക്കെ ഈ ഉടമ്പടി കാരണമാകുന്നുണ്ട്. എത്രയോ മാതാപിതാക്കൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ട് തങ്ങളുടെ മക്കളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്. ഇന്ന് ഓരോ കുഞ്ഞും ഓരോ യുവതിയും യുവാവും അവർ വഴിതെറ്റിപ്പോകുമ്പോൾ അവരിന്ന്
പലതരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ തീർച്ചയായും കൃപാസനത്തെക്കുറിച്ച് അറിയുന്ന മാതാപിതാക്കൾ തീർച്ചയായും കൃപാസനത്തിലേക്ക് ഓടി വരൂ. അവർക്കറിയാം അവരെ വിളിക്കുന്ന അവർ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. നമ്മോടിപ്പോൾ ബൈബിളിലൂടെ സംസാരിച്ചതുപോലെ, യശ്രൂൺ, നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. അത് തനിക്ക് മനസ്സിലായി. തൻ്റെ സൗദി MOU ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുന്നതിന് ഈ മകൾക്ക് കിട്ടിയ ഇൻ്റർവ്യൂ, പിന്നീട് ആ ഇൻ്റർവ്യൂ എക്സാം എങ്ങനെ സെലക്ഷൻ കിട്ടുന്നു, അതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. താൻ അവിടെ 0 ആയി എന്നാണ് പറയുക. എന്നാൽ ആ 0 താനാകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഈശോ ഹീറോയാകുമെന്ന് അഞ്ജലി മനസ്സിലാക്കി. അത് അഞ്ജലി ഇവിടെ പറയുകയും ചെയ്തു. അങ്ങനെ അഞ്ജലിയുടെ ജീവിതം ആ 0യിൽ നിന്ന് ഇന്ന് എടുത്തുയർത്തിയ അനുഭവവും, പിന്നീട് എങ്ങനെയാണ് മെഡിക്കൽ ഫിറ്റ്നസ് തനിക്ക് കിട്ടിയത്, അവിടെയുമൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഈ മകൾ അനുഭവിച്ചു. എന്നാൽ അവിടെയൊക്കെ എങ്ങനെ കർത്താവ് ഈ മകളെ വിഹായസിലൂടെ സഞ്ചരിച്ച് മേഘത്തിന്മേൽ എഴുന്നള്ളി വന്ന് അവിടുന്ന് എങ്ങനെയാണ് അഞ്ജലിക്ക് തുണയായതെന്ന് നാം കേൾക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. നാം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ. എനിക്ക് കുറവുകളുണ്ടായി എന്ന് അഞ്ജലി പറയുന്നു. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തു, ഞാൻ അതിലെ വിശ്വസ്തത കാണിച്ചില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉഴപ്പി. എന്നാൽ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇന്ന് എനിക്കറിയാം എന്താണ് ഉടമ്പടി ജീവിതമെന്ന്. ഇത് മനസ്സിലാക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ മക്കളും നമുക്ക് ദൈവിക കൃപയുടെ നിറവുകളാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്ക്. മരിയ ട്വിങ്കിൾ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2026 ഫെബ്രുവരി 2-ാം തീയതിയാണ്. ഞാനൊരു BSc നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഈ ഒരു കോഴ്സ് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തതൊന്നുമല്ല. മമ്മിയുടെ പപ്പായുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമ്മ് തന്നെ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ തന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് മമ്മി ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി ഒരുപാട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. ആ സാക്ഷി മമ്മി ഇവിടെ നിന്ന് പറഞ്ഞതുമാണ്. പിന്നീട് കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. ആ സമയത്താണ് എനിക്ക് 4th സെമ്മിൻ്റെ റിസൾട്ട് വന്നത്. അന്നേരം എനിക്കൊരു സബ്ജക്റ്റ് പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത് ഞങ്ങൾക്ക് ബ്രേക്ക് സെം ആയിരുന്നു. ആ ഒരു 4th സെമ്മ് വരെ ക്ലിയറായി മാത്രമേ നമുക്ക് 5th സെമ്മിൻ്റെ എക്സാം എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. ആ സമയത്താണ് പിന്നെ ആ 6 months ഞങ്ങൾ ഫസ്റ്റ് ബാച്ചായിരുന്നു സെം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ഒരു സപ്ലി എക്സാമോ അങ്ങനെയൊന്നും നടത്തത്തില്ല. ഞങ്ങൾക്ക് ഇനി തൊട്ട് ജൂനിയേഴ്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 6 months ലാഗ് വരും എന്തുമായാലും. അപ്പം ഞാൻ ആ ഒരു 6 months എനിക്ക് വീണ്ടും പോയി. ഞാൻ 5th സെമ്മിൽ ഇരിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് 5th സെമ്മിൻ്റെ ബാച്ചിൻ്റെ കൂടെ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെയുള്ള പിള്ളേർ 5th സെമ്മിൻ്റെ എക്സാം എഴുതി, ഞാൻ എഴുതിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും 6 months കഴിഞ്ഞ് ഞങ്ങൾക്ക് 6th സെമ്മിൻ്റെ എക്സാം വന്നു. യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ നമുക്ക് 6th സെം എഴുതാം, 4th സെമ്മാണ് നമുക്ക് ബ്രേക്ക് സെം. അപ്പം ഞാൻ 4th സെം എഴുതിയില്ല, 5th എഴുതിയില്ല, 6th സെമ്മിൻ്റെ എഴുതി. എനിക്ക് പാസ്സായി, ഞാൻ കിട്ടി. പക്ഷെ അപ്പോഴും എനിക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. 4th ഉം 5th ഉം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 4th സെമ്മിൻ്റെ എക്സാമും വരുന്നില്ല. ഞങ്ങളുടെ ജൂനിയേഴ്സിനൂടെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും എനിക്ക് ഇത്രയും ലാഗായിട്ട് വരിക. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മമ്മി സ്റ്റിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു, വീട്ടിൽ ചെന്നു. ഒക്ടോബർ ആദ്യം തന്നെ എനിക്ക് ജൂനിയേഴ്സിൻ്റെ കൂടെ എല്ലാം ഞങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഡേറ്റ് വന്നു. ഞാൻ 4th സെം എഴുതി. എനിക്ക് നെക്സ്റ്റ് മന്ത് തന്നെ എൻ്റെ റിസൾട്ട് വന്നു. അത് പാസ്സായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് December 1 എനിക്ക് 5th എക്സാം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ 4th എനിക്ക് കിട്ടായിരുന്നതുകൊണ്ട് ഞാൻ 5th നോക്കിയിട്ടില്ല. പിന്നെ അങ്ങോട്ടുള്ള ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആ ഒരു ഒറ്റ മാസം കൊണ്ട് നോക്കി. ആ 2 സബ്ജക്റ്റും ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും എനിക്ക് തന്നെ എഴുതാനുള്ള ഒരു ഇത് എനിക്ക് ആ എക്സാം ടൈമിൽ എനിക്കറിയത്തില്ല, എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഴുതി. എക്സാം ടൈമിൽ അത് എല്ലാ എക്സാമിനും ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് തൈലം നെറ്റി കുരിശ് വരച്ച്, അതുപോലെ തന്നെ കയ്യിലും കുരിശ് വരച്ച്, ലോക്കറ്റ് ഷർട്ടിൽ പിൻ ചെയ്തും
തേൻ കുടിച്ചിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്സാം തൊട്ട് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന പഠിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് എനിക്ക് നെക്സ്റ്റ് മന്ത് എനിക്ക് 5th റിസൾട്ടും വന്നു. 5th എനിക്ക് പാസ്സായി. അത് കഴിഞ്ഞ് എനിക്കപ്പം എഴുതാനുണ്ടായിരുന്നത് 4th 5th ആയിരുന്നു. 6 ഞാൻ എഴുതി. ഇത് 3 കഴിഞ്ഞു. ഇനി എനിക്ക് 7th ഉണ്ട്. ആ സമയത്ത് എൻ്റെ ബാച്ചിൻ്റെ 7th എൻ്റെ ബാച്ചിലെ പിള്ളേർ 7th എഴുതി കഴിഞ്ഞിരുന്നു. അവർക്ക് ഇനി 8th ഉള്ളൂ. ഒരു മാസമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ എൻ്റെ ബാച്ച് പഠിച്ചിറങ്ങാൻ. ഞാൻ എക്സാം എഴുതിയിട്ടില്ല. സ്റ്റിൽ അന്നേരം അങ്ങനെ നിൽക്കുക. നെക്സ്റ്റ് പിന്നെ ജാനുവരിയിൽ എൻ്റെ എക്സാം ഡേറ്റ് വന്നു. ഞാൻ എക്സാം എഴുതി. ആ എക്സാമിന് കണ്ടീഷൻസാണ് കൂടുതലും. ഗൈനക്കോളജിയാണ്. ഇപ്പം നമ്മൾ കണ്ടീഷൻസ് മാക്സിമം പഠിച്ചു. ഒറ്റ മാസം കൊണ്ടാണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ചു. ക്വസ്റ്റ്യൻ വന്നു. കണ്ടീഷൻസ് ഒന്നുമല്ല, ചൈൽഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ മാറ്റും, പക്ഷെ മാറ്റിയില്ല. അവസാന നിമിഷം ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുമെന്ന് വിചാരിച്ചു. എനിക്കാകെ 4 പോയിൻറ്റ്സേ അറിയത്തുള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെ എഴുതിയാൽ പോലും പാസ്സാവത്തില്ല. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ പാസ്സാവാനുള്ള മാർക്കെങ്കിലും കിട്ടത്തുള്ളൂ. ആ സമയത്ത് എനിക്ക് എസ്സേ അറിയത്തില്ല. എനിക്കറിയാവുന്നത് എഴുതി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെയുള്ള പിള്ളേർ എഴുതുന്നുണ്ട്, ഫുൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും എനിക്ക് ഇനിയും പേപ്പർ എഴുതാനുണ്ട്, എനിക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, സമയമില്ല. എന്നിട്ടും എനിക്ക് ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഉപ്പെൻ്റെ പേനയുടെ ക്യാപ്പിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ട് പോയിരുന്നു. ആ ഉപ്പ് ഞാൻ തുറന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുമായിരുന്നു, പ്രാർത്ഥിക്കും. അതല്ലാതെ എനിക്ക് ആ സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയാവുന്ന ഞാൻ എഴുതി ഇറങ്ങി. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും എഴുതാനുള്ള കരയണോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എക്സാമെല്ലാം എഴുതി കഴിഞ്ഞ് ഇറങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ 8th എക്സാം എൻ്റെ ബാച്ച് ഉള്ള കുട്ടികൾ എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുക. എനിക്ക് ഈ എക്സാം എഴുതിയതേ ഉള്ളൂ. എനിക്കിതിൻ്റെ റിസൾട്ട് വരാൻ 1 മാസമെങ്കിലും എടുക്കും. എനിക്ക് സമയമില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഞങ്ങളുടെ ബാച്ചിൻ്റെ എക്സാം നീട്ടിവെച്ചു. ഞാൻ അത്രയും പ്രാർത്ഥിച്ചു, എക്സാം നീട്ടിവെച്ചു. ഇതുപോലെ ഞാൻ ക്ലിനിക്സിൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എൻ്റെ കൂടെ ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും മാഡംസ് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ഞങ്ങളുടെ ചോദിക്കുമ്പോഴും കൂടെയുള്ള പിള്ളേർ ഡയഗ്രാം വരച്ച് എഴുതുകയും ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ആകെ എനിക്ക് അറിയാവുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഡയഗ്രാം വരച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്നത് മാത്രം ഞാൻ എഴുതി വെച്ചു. റിസൾട്ട് വന്നു. ഈ പറഞ്ഞ കുട്ടികൾ ഫുൾ പേപ്പർ എഴുതിയില്ല. എനിക്ക് പേപ്പർ ഇനിയും എഴുതാനുണ്ടായിരുന്നു. ഡയഗ്രാം വരച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. റിസൾട്ട് വന്നപ്പോൾ അവരെക്കാളും നല്ല മാർക്കോടുകൂടിയാണ് എൻ്റെ മാതാവ് പാസ്സാക്കിയത്. ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ച ഒന്നേ ഉള്ളൂ, മാതാവ് ഗ്രാജുവേഷൻ ആകുമ്പോൾ എനിക്ക് എൻ്റെ ബാച്ചിൻ്റെ കൂടെ എനിക്ക് ഇറങ്ങാൻ പറ്റണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ മാതാവ് എൻ്റെ 8th സെമ്മിൻ്റെ കൂടെ എൻ്റെ ബാച്ചിൻ്റെ കൂടെ എനിക്ക് എഴുതാനും പറ്റി. അതും പാസ്സായി. നല്ല റിസൾട്ട് വന്നു. എനിക്ക് ഗ്രാജുവേഷനാണ് നെക്സ്റ്റ് മന്ത്. അതിനുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അമ്മ മാതാവിന് ഒരു കോടാനുകോയിരം നന്ദി. ഞാൻ ഉടമ്പടി ഞാൻ എടുത്തത് എക്സാം കഴിഞ്ഞ് 7th സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പത്രമാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഓട്ടോ ഒക്കെ ഓടിക്കുന്ന അങ്കിൾമാർക്കാണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ മടിയായിരുന്നു. പിന്നെ അത് പയ്യെ കൊടുത്തു തുടങ്ങി. പിന്നെ ഈ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇല്ലാത്തവർക്കൊക്കെ ഞാനും അമ്മയും ചേർന്ന് പോയി ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അനാഥാലയത്തിൽ പറ്റുന്ന വിധത്തിൽ പൈസയൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കാണാൻ തുടങ്ങി. ഇപ്പം ഈ ധ്യാനമൊക്കെ ആണെങ്കിലും ഷെയർ ചെയ്യാനും അതൊക്കെ ആദ്യം മുമ്പ് അതൊക്കെ ഭയങ്കര പാടായിരുന്നല്ല, ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം ഇതിന് ശേഷം ഇതെല്ലാം ചെയ്യാനും തുടങ്ങി. ഇപ്പം ഹെൽപ്പിംഗ് ആണെങ്കിലും എല്ലാം നല്ലപോലെ ചെയ്യാനുള്ള എനിക്ക് അമ്മ മാതാവ് തന്നു. എൻ്റെ പേര് ലിസി ടൈറ്റസ്. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ മോളാണ് മരിയ. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. വീണ്ടും ഈ പുണ്യ അൾത്താരയിൽ എന്നെ വീണ്ടും നിർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് 2ാമതായി കിട്ടിയ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഒരു വെൽ റെപ്യൂട്ടഡ് സ്കൂളിൻ്റെ ഒരു സബ് സെൻറ്ററിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ.
അപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ നമുക്കിപ്പോൾ അറിയാമല്ലോ, കോമ്പറ്റീഷനാണ് എല്ലാ സ്കൂൾസും തമ്മിൽ. അപ്പം ഒരു CBSE സ്കൂൾസ് ആയാലും എല്ലാ സ്കൂൾസും കോമ്പറ്റീഷനാണ്. ഞാൻ അവിടെ ഒരു സെൻറ്റർ LKG till 4th സ്റ്റാൻഡേർഡ് വരെ ഒരു CBSE സ്കൂളാണ്. അപ്പം അവിടെ അഡ്മിഷൻസ് കുറച്ച് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അഡ്മിഷൻ ഇല്ലെങ്കിൽ സ്കൂൾ മുമ്പോട്ട് പോവുക ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കറും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിൽ നിയോഗത്തിൽ വെച്ചിട്ട് ഞാൻ മാതാവിനോട് ഒന്ന് മാത്രമേ അപേക്ഷിച്ചിരുന്നുള്ളൂ. ഒരു സ്ട്രെങ്ത് ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു. ആ സ്ട്രെങ്ത് തന്നെ എന്നെ അമ്മ അനുഗ്രഹിക്കണമെന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി ഞാൻ വെളിയിലിറങ്ങുമ്പോൾ ബസ്സിൽ കയറിയിട്ട് ഫസ്റ്റ് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് മഴവില്ലാണ്. ആ മഴവില്ല് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പക്ഷേ ആ വർഷം എനിക്ക് ഞാൻ എഴുതിയിരുന്ന സ്ട്രെങ്തിൽ നിന്നും കൂടുതൽ അഡ്മിഷൻ തന്ന് എന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അത് ശരിക്കും ഒരു ട്രസ്റ്റിൻ്റെ സ്കൂളാണ്. അതിനകത്ത് എല്ലാ മെമ്പേഴ്സും തന്നെ നോൺ ക്രിസ്ത്യനാണ്. ഞാൻ അഡ്മിഷൻ്റെ കാര്യം അവിടെ സാറിനോട് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടറിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ. അതിനാൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു മേടിച്ചിട്ട് പോയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ അവിടെ ചെന്ന് കയറുമ്പം എത്ര പേരൻസ് എന്നെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും ഞാനൊന്നും വഹിക്കാറില്ല. ഞാൻ ഡയറക്റ്റ് കയറി മാതാവിനെ തൊട്ട് വണങ്ങിയതിന് ശേഷമേ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ളൂ. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗം ഒരിക്കലും നിഷേധിക്കാത്ത നമ്മുടെ അമ്മ ഒന്ന് അറിഞ്ഞ് സ്നേഹിച്ചപ്പോൾ എൻ്റെ മോളെ എത്രത്തോളം ഉയർത്തി. ദാറ്റ് മീൻസ് 0 മെറിറ്റിൽ നിന്നുമാണ് അവളെ ഇന്ന് ഇങ്ങനെ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ December 7th വിത്തിൻ 3 months കൊണ്ട് അവൾ ആ 3 സെംസ് അല്ല, ഞാൻ മാതാവിൻ്റെ അടുത്ത് ആ സമയത്ത് അപേക്ഷിച്ചിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ മോളിലെ ബാച്ചിൻ്റെ കൂടെ ഗ്രാജുവേഷൻ നടത്താൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന്. പക്ഷേ അമ്മയൊന്ന് അറിഞ്ഞ് ഞാൻ സ്നേഹിച്ചപ്പം അമ്മ ഒരിക്കലും സ്വർഗം നിഷേധിക്കാത്ത എൻ്റെ അമ്മ എൻ്റെ മോൾക്ക് ലാസ്റ്റ് എക്സാം, പ്രാക്ടിക്കൽ എക്സാം അവളുടെ ബാച്ചിൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ എക്സാം എഴുതി ഇന്നലെ അവൾക്ക് റിസൾട്ട് വന്ന് അവൾ പാസ്സാണ്. ഇനി ഗ്രാജുവേഷനെ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ സില്ലി മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അന്ന് ദിവ്യബലി, ദാറ്റ് മീൻസ് ഞായറാഴ്ച അല്ല ഡെയിലി മാസിന് പോകാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ഡെയിലി മാസ് പോകുന്നുണ്ട്. പിന്നെ ജപമാല മുമ്പ് പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് 2 ജപമാലയെങ്കിലും ഒരു ദിവസം കുറഞ്ഞത് 2 പഠിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബൈബിൾ. ഞാൻ ജപമാല പഠിക്കും, രാത്രിയിൽ കുടുംബ പ്രാർത്ഥന പഠിക്കുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുന്നത് റെയറാണ്. പക്ഷേ റെയറാണെങ്കിലും അതെടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും ചെറിയ ഒരു പാര മാത്രം നോക്കി വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിച്ച് ഞാൻ അരമണിക്കൂർ ബൈബിൾ ഡെയിലി വായിക്കാറുണ്ട്. എവിടെ ഞാൻ ട്രാവലിംഗ് പോയാൽ പോലും എൻ്റെ ഫോണിൽ നിന്ന് ഞാനത് കേൾക്കില്ല, പക്ഷെ അത് ഫോണിലൂടെ വായിക്കും. അത്രയും വലിയ ആത്മീയമായി ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് ഞാൻ 2022 ഞാൻ ഉടമ്പടി എടുത്തത്. സ്റ്റിൽ ഞാൻ ഉടമ്പടിയിലാണ്. ഈ ഇത്രയും വർഷവും ഞാൻ പത്രം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമേ ഞാൻ വരാറുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളും ഞാൻ വന്നിവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അത് കൊടുക്കുമ്പോൾ ഞാൻ കൂടുതലും അക്രൈസ്തവർക്കാണ് കൊടുക്കാറുള്ളത്. പലപ്പോഴും പലരും നിഷേധിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് ലേറ്റർ ഞാൻ അത് വിചാരിക്കുന്നത് ഒരു വിശ്വാസ പ്രമാണം കൂടെ കൂടുതൽ പഠിക്കാമല്ലോ എന്ന് കരുതി ഞാനത് വീണ്ടും വിശ്വാസ പ്രമാണം പഠിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്തൊരു 250 കാർഡ്സ് ഞാൻ എൻ്റെ മോളുടെ കാര്യം പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ അവിടെ അഭയകേന്ദ്രം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിനടുത്ത് കൊല്ലത്തുണ്ട്. അവിടെ ഞാൻ അവർക്ക് വേണ്ട ഡെയിലി അവർക്ക് വേണ്ട ഒരു കാര്യം അവിടെ
അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ഞാൻ എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് പൈസ കൊടുക്കും. പിന്നെ ഭക്ഷണം ഞാൻ പൊതിച്ചോറ് വാങ്ങി കൊടുക്കുമായിരുന്നു ആദ്യം. പിന്നീട് എനിക്ക് ഇങ്ങനെ ഈ ഫോർത്ത് സ്റ്റമക്ക് ഇങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്. ഞാൻ ഈ വാങ്ങിക്കൊടുക്കുന്നതിന് നല്ലത് എൻ്റെ കൈകൾ കൊണ്ട് എത്ര കടകൾ കുറവാണെങ്കിൽ ശരി തന്നെ അത് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം പൊതിഞ്ഞ് ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുത്ത് ഭിക്ഷ യാചിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31:16 കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. എങ്ങനെയാണ് ലിസി ടൈറ്റസും മരിയ ട്വിങ്കിൾ എന്ന മകളും മരിയയുടെ ജീവിതത്തിൽ അമ്മയുടെ ഉടമ്പടിയിലൂടെ തുടങ്ങിയ പ്രാർത്ഥനകൾ പിന്നീട് ആ മകൾ തന്നെ ഉടമ്പടിയെടുത്ത് എത്ര എക്സാം തനിക്ക് ലാഗിങ് ആയിരുന്നു എന്നും എങ്ങനെ തൻ്റെ ബാച്ചിനോടൊപ്പം ഇപ്പോൾ ഗ്രാജുവേഷന് ആ മകളെ അർഹയാക്കി മാതാവ് അതിന് സമ്മാനം നൽകി എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. മരിയ ഇന്ന് എത്രമാത്രമാണ് തൻ്റെ ഉടമ്പടിയോട് കൂറു പുലർത്തുന്നത്, എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നതെന്ന് നാം കേട്ടു. അതുപോലെ തന്നെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ലിസിക്ക് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ സാന്നിധ്യമായി, അതായത് സുഗന്ധാഭിഷേകമോ മഴവില്ലോ അമ്മയുടെ പല സ്വരമോ ഒക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ ഓരോ വ്യക്തികളെയും തൻ്റെ കരുതൽ അവർക്ക് തോന്നിക്കുമാറ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവരോട് പറയുമാറ് അമ്മ എങ്ങനെ സാന്നിധ്യം തരുന്നു. അങ്ങനെ തനിക്ക് തൻ്റെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ അമ്മയ്ക്ക് വേണ്ടി ഈ മകള് ധൈര്യത്തോടെ മുമ്പോട്ട് വരുമ്പോൾ അമ്മയെ വണങ്ങിയിട്ടേ ഞാൻ ഒരു നോൺ കാത്തലിക് സ്കൂളിൽ അമ്മയുടെ രൂപം വെച്ച് അമ്മയെ വണങ്ങിയിട്ടേ ഞാൻ അവിടെ എൻ്റെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാറുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ധൈര്യസമേതം ഈ മകൾ അതിനുവേണ്ടിയൊക്കെ നിലകൊള്ളുമ്പോൾ തീർച്ചയായും അവിടെയൊക്കെ കരച്ചിൽ നിർത്തൂ, നിൻ്റെ വിലാപദിനങ്ങൾ അവസാനിക്കാറായി, നിനക്ക് പ്രതിഫലം തരുന്ന കർത്താവ് ഞാനാണെന്ന് തിരുവചനം അരുളി ചെയ്യുന്നു. നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഈ അൽത്താരയിൽ ഈ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് പുഷ്പവല്ലി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എനിക്ക് ഈ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പ്രാർത്ഥനയൊക്കെ കേട്ട് എനിക്ക് ഈ ഈശോയിലേക്ക് എൻ്റെ അസുഖങ്ങൾ മാറ്റാനായി വരണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ കാലിൻ്റെ മുട്ടിന് തേയ്മാനം കൊണ്ട് 6 വർഷമായി എനിക്ക് നടക്കാനോ ഒന്നും അധികം പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അന്നേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് നിവർത്തിയില്ല, ഞാൻ അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും കാലിരിക്കാനോ എഴുന്നേൽക്കാനോ ഒക്കെ വയ്യാതെ വന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ എനിക്ക് ഇച്ചിരി ഉപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ട്രെയിനിൽ വെച്ച് കിട്ടിയതാണ്. അത് ആ കൊച്ച് തന്നെ അതെടുത്ത് ഞാൻ ഉപയോഗിച്ച് അപ്പോൾ എനിക്ക് ചെറിയ മാറ്റം ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഞാൻ കാലിലിട്ടിരുന്ന ക്യാപ്പും എല്ലാം ഊരിക്കളഞ്ഞ് ഞാൻ അമ്മ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് ആ കാല് പിന്നെ അന്ന് ഊരിയതാണ്, ഞാൻ ഇന്ന് ഇതുവരെയും ഇട്ടിട്ടില്ല. ഞാൻ വന്നത് നവംബർ 6-ാം തീയതിയായിരുന്നു 2025. അതിനുശേഷം എൻ്റെ ആ കാലിൻ്റെ അസുഖം മാറിക്കിട്ടി. പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 17 വർഷം കൊണ്ട് ഞാൻ ഗുളിക കഴിക്കുകയായിരുന്നു. എന്നിട്ട് കുറവില്ല. കൂടെ ചെക്ക് ചെയ്യുമ്പം കുറവുണ്ട്, പിന്നീട് ചെല്ലുമ്പോൾ കൂടുതലായിട്ട് വരുന്നു എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ട് തൊണ്ടയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ തൊണ്ടയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുകയും എനിക്കത് മാറിയതായി തോന്നി. അപ്പം വീണ്ടും ഗുളിക കഴിക്കാതിരുന്നാൽ എങ്ങനെയാ തോന്നി. ഞാൻ 2 ദിവസം ഗുളിക കഴിച്ചപ്പോൾ എനിക്കപ്പോൾ തൊണ്ടയ്ക്ക് കൂടുതലായിട്ട് അസുഖം തോന്നിയ കാരണം ഞാൻ അതങ്ങ് നിർത്തി. 1 മാസം ആയപ്പം എനിക്ക് പിന്നെ 1 മാസം വരെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അസുഖം മാറി. അങ്ങനെ ഞാനിപ്പം ഗുളിക കഴിക്കുന്നില്ല. പിന്നെ ആണെങ്കിൽ എനിക്ക് കാലിൻ്റെ പാദം ഒരു പൊട്ടലുണ്ടായിരുന്നു, ചരിഞ്ഞ് വീണ്. അങ്ങനെ പിന്നെ പ്ലാസ്റ്റർ ഇട്ടിരുന്ന സമയത്ത് എൻ്റെ മോൾക്ക് സുഖമില്ലാതെ വന്ന് മോളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി.
പിന്നെ വെൻറ്റിലേറ്ററിൽ കിടക്കുക. അപ്പം 11 ദിവസമേ ആയുള്ളായിരുന്നു എൻ്റെ കാലിൽ ഇത് വന്നിട്ട്, പ്ലാസ്റ്റർ ഇട്ടിട്ട്. ഞാൻ അവിടെ വെച്ച് അത് അറുത്ത് കളഞ്ഞിട്ട് ഒരു 3 മാസം ഇടാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അന്ന് അവിടെ വെച്ച് എനിക്ക് ആരുമില്ല, ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുക. ആ ഒരു ബുദ്ധി കൊണ്ട് ഞാനത് ഉരി കളഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റർ ചുറ്റി മുറിവെണ്ണയും ഒക്കെ മേടിച്ച് അവിടെ ഇരുന്ന് ചുറ്റി കൊണ്ട് നടന്ന് വീട്ടിൽ വന്നിട്ട് ഒരു പൊടിയും എനിക്ക് ഒക്കുന്നില്ല. 19-ാം തീയതി മോളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് നടക്കാനോ ഒന്നും ചെയ്യാനോ പറ്റാതെ ഞാൻ ചരിഞ്ഞ് വീഴക്കവും ഒക്കെ ആയിരുന്നു. ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പും തൈലവും പുരട്ടി എനിക്കത് പൂർണ്ണമായിട്ടും ഇപ്പം മാറിക്കിട്ടി. എനിക്ക് നടക്കാനൊന്നും അധികം പറ്റത്തില്ല, കാല് വെച്ചായിരുന്നു ഞാൻ നടക്കുന്നത്. അങ്ങനെ എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എൻ്റെ അസുഖങ്ങൾ മാറ്റി തന്നതിന് 1000 നന്ദി. പിന്നെ അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന അതാണ് എനിക്ക് തൊണ്ടയിൽ ഈ തൈറോയ്ഡ് മാറിക്കിട്ടിയത്. എത്രയും ഒരു വട്ടം കൊണ്ട് എനിക്കത് മാറിക്കിട്ടി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം മാസം തോറും ഞാൻ വരും. അന്ന് തൊട്ട് 1 മാസം മുടങ്ങാതെ വന്ന് പത്രം മേടിച്ച് ഞാൻ തൊഴിലുറപ്പ് സ്ഥലത്തും വീടുകളിലും എല്ലാം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എല്ലാവർക്കും ഉപ്പും പിന്നെ തേനും മേടിച്ച് ഞാൻ വയ്യാത്ത കൊച്ചുങ്ങൾക്കും എല്ലാം കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ പൈസ ഒക്കെ കൊടുത്ത് ഞാൻ ഓരോരുത്തരെ സഹായിക്കും. എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് കഴിവത് ഉള്ളത് ഞാൻ ഓരോരുത്തർക്കും സഹായിച്ചിട്ടുണ്ട്. ഇനിയും അതിനെ കൂടുതൽ സഹായിക്കാൻ എന്നെ അമ്മ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നും പിന്നെ ബൈബിള് അരമണിക്കൂർ വായിക്കണമെന്നും പറഞ്ഞിരുന്നാലും ഞാനത് ഒരുപാട് സമയം ഇരുന്നങ്ങ് വായിക്കും. പിന്നെ വചന പുസ്തകമുണ്ട്, അത് വായിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി വേർഡ് എപ്പോഴും കേൾക്കും. എല്ലാം ഒരിച്ചിരി സമയമുണ്ടെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന കേട്ട് ഇരിക്കും. അങ്ങനെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ട് എനിക്ക് ഈ അമ്മയുടെ അടുത്ത് മുടങ്ങാതെ ഇങ്ങനെ മാസം തോറും വരണം എന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം. അത് അമ്മ നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക. നിൻ്റെ വ്യാധിയിൽ നിന്ന് മോചിതനായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. സൗഖ്യം നൽകിയത് ഈശോയാണ്. ആ സൗഖ്യത്തിന് വാതിൽ തുറന്നു കൊടുത്തത് നമ്മുടെ വിശ്വാസമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ സഹോദരി പുഷ്പവല്ലി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. നാം വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഭയങ്ങളുമെല്ലാം ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ ദിവ്യ സ്പർശനത്താൽ നമ്മെ സുഖപ്പെടുത്തുകയാണ്. പുഷ്പവല്ലി എന്ന സഹോദരിയെ 17 വർഷത്തോളം ഉണ്ടായിരുന്ന തൈറോയിഡ് എന്ന അസുഖം പല പ്രാവശ്യം മരുന്ന് കഴിച്ചിട്ടും വീണ്ടും കഴിക്കേണ്ടി വന്നു. പിന്നീടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടുകയാണ്. ഈ മകൾ പറഞ്ഞത്, വീണ്ടും ഞാൻ മരുന്നെടുത്തു, പക്ഷെങ്കിൽ ആ മരുന്ന് എനിക്ക് പിടിക്കുന്നില്ലായിരുന്നു. പിന്നീട് വീണ്ടും ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് തൈറോയ്ഡ് പൂർണ്ണമായിട്ടും മാറിയെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇവിടെ ഈശോയുടെയും അമ്മയുടെയും വലിയൊരു അനുഗ്രഹമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നടന്നത്. കാരണം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് തേച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാൽ ഇത്രയും വർഷമായിട്ട്, അതായത് 17 വർഷം ഉണ്ടായിരുന്ന തൈറോയ്ഡ് എന്ന അസുഖമാണ് ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ മകൾ ഇന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ വന്നിരിക്കുന്നത്. ഇത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയായിട്ടാണ് പുഷ്പവല്ലി എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്നത് 7 വർഷമായിട്ട് കാലിലുണ്ടായിരുന്ന തേയ്മാനമായിരുന്നു. അതും ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് 7 വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ തേയ്മാനമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ കൃപയാൽ ഈ സഹോദരിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടത്. അതും ഈശോയ്ക്ക്
പൂർണ്ണമായിട്ട് നന്ദി പറയുന്നതുകൊണ്ടാണ് നമ്മുടെ സന്നിധിയിൽ നിൽക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിലുണ്ടായിരുന്ന പൊട്ടലായിരുന്നു. അത് 3 മാസം ഡോക്ടേഴ്സ് പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അമ്മയ്ക്ക് നല്ല വിശ്വാസമാണ്, ഈശോയും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം. പിന്നെ പെട്ടെന്ന് മകൾ അസുഖമായപ്പോൾ, വേറെ ആരും മകളിനെ സഹായിക്കാനായിട്ടില്ലാതായപ്പോൾ ഈ സഹോദരി ആ പ്ലാസ്റ്റർ സ്വയം മാറ്റി 11 ദിവസം കൊണ്ട് മാറ്റി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ട് കാലിൻ്റെ പൊട്ടലും അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ മകളെ നിൻ്റെ വിശ്വാസം സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ വചനമാണ് ഈ മകളുടെ ഈ സഹോദരി പുഷ്പവല്ലിയുടെ ജീവിതത്തിലും. സഹോദരിയുടെ വിശ്വാസമാണ് ഈ സഹോദരി ഒരുപക്ഷെ സുഖപ്പെടുത്തിയത്. എത്രയും പെട്ടെന്ന് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗങ്ങളാണ് 17 വർഷവും 7 വർഷവും ഒക്കെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, എത്ര വർഷമായാലും അമ്മയുടെ മുന്നിൽ വരുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനത്തോടെയാണ് നാം തിരിച്ചു പോകുന്നത്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി സമാധാനത്തോടെ പോവുക, നിൻ്റെ വ്യാധിയിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അതാണ് ഇന്നാണ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കാം ഈ ആലയത്തിൽ ഈ സന്നിധിയിൽ വന്നത്, പക്ഷെങ്കിൽ അമ്മ പറയുന്നത് സമാധാനത്തോടെ പോവുക എന്നാണ്. കാരണം അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈശോയുടെ ദൈവവിശ്വാസം ദൈവ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ദൈവ സാന്നിധ്യമാണ്. ഉടമ്പടി എന്നത് ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സന്നിധിയിൽ നമ്മൾ ആകുവാനും ദൈവത്തിൻ്റെ ആ പ്രസൻസിൽ ജീവിക്കുവാനും ആ സാന്നിധ്യം മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് ഉടമ്പടി മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടിയിൽ നമുക്കും ആ ദിവ്യസ്പർശനം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പുഷ്പവലിക്കും കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ചും പുഷ്പവലിക്ക് ലഭിച്ച ഈ രോഗസൗഖ്യങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് മാർട്ടിൻ അത്തിപ്പൊഴി. ഞാൻ ആലപ്പുഴ രൂപതയിൽ പെരിനേർമംഗലം ഇടവകയിൽ നിന്നും വരുന്നു. ഇതെൻ്റെ ഭാര്യ ബെന്നി എന്ന് വിളിക്കുന്ന ബർണഡിറ്റ്, എൻ്റെ മോള് ക്ലിൻസി. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഡിസംബർ മാസത്തിലാണ്. അത് തുടർച്ചയായി ഇന്നേ വരെ ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ മോൾക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവൾ ജന്മനാ തന്നെ ഒരു ഡിസബിളായിരുന്നു. അവൾക്ക് 70% ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അവൾ ജനിച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയം മുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ ഞങ്ങൾ നോർമൽ സ്കൂളിലാണ് വിട്ടത്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ചെന്നവേലി സ്കൂളിലും മാർത്തിങ്ക സ്കൂളിലുമായി അവളെ അയച്ചു പഠിപ്പിച്ചു. അന്നു മുതൽ ദേവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും കൃപയും അവൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ് +2 പരീക്ഷയ്ക്ക് ശേഷം അവൾ പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപരിപഠനത്തിന് അവളെ വിട്ടില്ല. അവളെ PSC ഞാൻ തന്നെ വീട്ടിലിരുത്തി PSC പഠിപ്പിച്ചു. PSC അപേക്ഷ ഒഴിവിലേക്ക് വിളിച്ചപ്പോൾ അപേക്ഷ കൊടുത്തു. അക്ഷയ വഴിയാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. 4 അപേക്ഷ കൊടുത്തു. ആദ്യത്തെ 2ാമത്തെ പരീക്ഷയാണ് അവൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നത്.
ഇവിടെ ഒക്ടോബർ മാസത്തെ ജപമാല റാലിയിൽ പങ്കെടുത്ത് മരാരികുളത്ത് നിന്നും അവൾ നടന്ന് അർത്തിങ്കൽ വരെ പോയി പ്രാർത്ഥിച്ച് മാതാവിലെല്ലാം സമർപ്പിച്ചതിന് ശേഷം ജപമാല റാലിയിൽ പൂർണ്ണമായി പങ്കെടുത്ത് അർത്തിങ്കൽ വന്ന് മാതാവിനെ സമർപ്പിച്ചു. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ പരീക്ഷയിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരണമേ എന്ന് പ്രത്യേകം അവൾ പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ശനി കഴിഞ്ഞ് ഞായർ തിങ്കളാഴ്ച 11 മണിയായപ്പോൾ മെസ്സേജ് വന്നു, മോൾക്ക് PSC റാങ്ക് ലിസ്റ്റിൽ വന്നു. 4ാം റാങ്കായിട്ടാണ് അവൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നത്. അവൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അവളെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇവിടെ കൃപാസനത്തിൽ നിന്നും കിട്ടിയ മാതാവിൻ്റെ രൂപം കൃത്യമായി അവളുടെ കഴുത്തിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷാ ഹാളിലെത്തി അവൾ ഓരോ ചോദ്യവും ചോദിക്കുമ്പോഴും വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം മാതാവിനോട് ചോദിക്കും. ഈ രൂപത്തിൻ്റെ ഇതിൽ നോക്കി മാതാവിനോട് കൃത്യമായി ചോദിക്കും, മാതാവേ. അപ്പോൾ മാതാവ് അവൾക്കൊരു ഓരോ ചോദ്യത്തിനും ഉത്തരം കൃത്യമായുള്ള മനസ്സിൽ കൊടുത്തു. ആ ഉത്തരം ഇവൾക്കൊരു സ്ക്രൈബ് ഉണ്ടായിരുന്നു. ആ സ്ക്രൈബിനെ ഇടയ്ക്ക് പറയും, ഇന്ന ABCD അങ്ങനെയാണ്, അപ്പോൾ അത് അടയാളപ്പെടുത്താൻ പറയും. അങ്ങനെ സ്ക്രൈബ് അത് കൃത്യമായി അടയാളപ്പെടുത്തി. അങ്ങനെയാണ് അവൾ റാങ്ക് ലിസ്റ്റിൽ വന്നത്. ആ ദൈവത്തിന്, ഈശോയ്ക്ക്, മാതാവിനും കോടാനുകൂടെ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വരാനും ഇടയായത്. അതിനുശേഷം നവംബർ മാസം 10-ാം തീയതി, ഇത് ഒക്ടോബറാണ്, നവംബർ മാസം 10-ാം തീയതി അവർക്ക് സർക്കാർ ഓർഡർ വന്നു. നിയമനം ഉത്തരവായിട്ടാണ് ഓർഡർ വന്നത്. ആ ഉത്തരവുമായി ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വന്നു. മാതാവിന് ആദ്യമായി നന്ദി പറഞ്ഞു, കാഴ്ചവെച്ചു, അലക്സച്ചനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെയാണ് ഞങ്ങൾ രാവിലെ 10 മണിക്കാണ് ജില്ലാ കോടതിയിൽ ഹാജരാകേണ്ടത്. അപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ജില്ലാ കോടതി സെക്കൻഡ് ക്ലാസ് ജഡ്ജിയുടെ PA ആയിട്ടാണ് അവൾക്ക് നിയമനം ലഭിച്ചത്. അപ്പോൾ 10 മണിക്ക് തന്നെ ഹാജരാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് അച്ഛനെ കണ്ടതിന് ശേഷം നേരെ ആലപ്പുഴക്ക് പോയി നിയമന ഉത്തരവ് കാണിച്ചു. അവളെ ജോയിൻ ചെയ്തു. ദൈവത്തിൻ്റെ പ്രത്യേക കൃപ, മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടി, മോൾക്ക് കിട്ടി. കോടാനുകോടി നന്ദി അവൾക്ക് ഞാൻ മാതാവിനും ഈശോയ്ക്കും അർപ്പിക്കുകയാണ്. അവൾക്കിപ്പോൾ 70% എന്നുള്ളത് ഇപ്പോൾ 50% ഡിസബിലിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനി മാതാവ് അത് പൂർണ്ണമായി മാറ്റിത്തരുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഭാര്യ ബെർണഡിറ്റ് കൃപാസനത്തിൽ ആദ്യകാല, അതായത് അഖണ്ഡ ജപമാല ആരംഭിച്ച കാലത്ത് അവരിൽ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരാളെ കൃത്യമായി അഖണ്ഡ ജപമാല ചൊല്ലുകയും ഇവിടെ വന്നൊരു കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നു. അന്നു മുതൽ മാതാവിൻ്റെ അനുഗ്രഹം, പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലുമൊക്കെ ഞങ്ങൾ അരിയും ഭക്ഷ്യ വസ്തുക്കളുമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ അയൽവാസികളെ ഞങ്ങൾ കഴിയുന്നത്രയും രീതിയിൽ ഞങ്ങൾ സാമ്പത്തികമായി സഹായിച്ചും കൊണ്ടിരിക്കുന്നു. ആത്മീയ എല്ലാ ദിവസവും ഞങ്ങൾ കൃത്യമായി മോളുൾപ്പെടെ, മോൾ 5:30 തന്നെ വെളുപ്പിനെ 5:00 തന്നെ എഴുന്നേക്കും. പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ 6:20 തന്നെ ഞങ്ങളെ ചേന്നൂർ പെരുന്നേർമംഗലം പള്ളിയിൽ പോയി എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിലൊരു മുടക്കവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഇനി ഞങ്ങൾ ഒരു കാലത്തും ആ രീതിയിൽ മാറ്റം വരുത്തുകയില്ല. ഉടമ്പടി മാതാവിൻ്റെ ഉടമ്പടി ജീവിതം തുടർന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ, യേശു എന്നെ അനുഗ്രഹിച്ചു, പരിശുദ്ധാത്മാവിനെ എന്നെ വരണിട്ടുന്നു, എൻ്റെ പുണ്യിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധമായി കൂടി നന്ദി. ആവേ മരിയ, പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടി ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മകൾ ഇങ്ങനെ ആയിരുന്നെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ടെങ്കിലും ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ഭാരം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ താങ്ങി നിന്ന് എനിക്ക് തന്ന ശക്തിയും ബലവും എൻ്റെ പ്രാർത്ഥനയിലൂടെ ഉടനീളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം സഹിക്കാനും എനിക്ക് ശക്തി തന്നു. പോരാത്തതിന് എൻ്റെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ തിരി കത്തിച്ച് ഈ മക്കളെ നിർത്തി പ്രാർത്ഥിച്ചിട്ട് വചനം എടുത്ത് അവർക്ക് ചൊല്ലിക്കൊടുത്ത് 2 കവിളത്ത് ഉമ്മ വെച്ചിട്ടാണ് മക്കൾ എന്നും സ്കൂളിൽ പോയിരുന്നത്. പരീക്ഷ സമയത്ത് ഇവർ പോകുമ്പോൾ ഞാൻ നിത്യാരാധനയിൽ വന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഈ വിജയത്തിന് കാരണം അതുമാത്രമാണ്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ എത്രമാത്രം ബലവും ശക്തിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ കൃപയാണ് ഞങ്ങളുടെ ഭവനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, എൻ്റെ മകളിലൂടെ ജപമാല ചെല്ലുമ്പോൾ, ഈ 3ാമത്തെ രഹസ്യം ചൊല്ലുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ മക്കളും, ഡിസബിളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി മകൾ വഴി ഞങ്ങൾ പ്രാർത്ഥിപ്പിച്ച് ആ ഒരു രഹസ്യം അവർക്ക് വേണ്ടി കാഴ്ചവെച്ചു. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മക്കളും സുഖപ്പെടും, ഈ മകളെപ്പോലെ മുന്നേറും, ലോകം മുഴുവൻ എല്ലാ മക്കളും സൗഖ്യപ്പെടും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിന് കോടാനുകോടി പരിശുദ്ധ അമ്മ തിരുക്കുമാരനോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിലും ലോകം മുഴുവനും എന്നും എപ്പോഴും ജീവിക്കുന്നു, പ്രകാശിക്കുന്നു, പ്രകാശം പകർന്നു തരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഈശോയുടെ വലിയ ഒരു പ്രഖ്യാപനമാണത്. നാം എല്ലാം ശിശുക്കളായി ശിശുവിൻ്റെ നൈർമല്യത്തോടെ അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കണം, നിഷ്കളങ്കതയോടെ വിശ്വസ്തയോടെ ആയിരിക്കണമെന്ന് ഈശോ വളരെ വലിയ ശബ്ദത്തോടെ ഉദ്ഘോഷിക്കുന്ന ഒരു സന്ദേശമാണിത്. ഇവിടെ മാർട്ടിൻ എന്ന പിതാവ് മകൾ ക്ലിൻസിക്ക് വേണ്ടി തൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വന്ന് ഒരു വലിയ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. മാർട്ടിൻ പറയുന്നത്, എൻ്റെ മകൾ അല്പം ഡിസേബിൾഡ് ആയിട്ടുള്ള മകളാണ് എന്ന് അദ്ദേഹം പറയുന്നെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു ഡിഫറൻ്റ്ലി ഏബിൾഡ് മകളാണ്. അവൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. ഈശോ അവൾക്ക് നൽകിയിരിക്കുന്ന വലിയ സ്ഥാനം എന്ന് വെച്ചാൽ അത് PSC പരീക്ഷയിൽ 4ാം റാങ്ക് നൽകി. അവൾക്ക് ഇന്ന് ആലപ്പുഴ ജില്ലാ കോർട്ടിലെ ജഡ്ജിയുടെ PA ആയിട്ടാണ് അവൾ ഇന്ന് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു PA എന്ന് പറയുന്നത് ജഡ്ജി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ചിന്തിച്ചെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ മകൾക്ക് ഇന്ന് ഈശോ നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചിരിക്കുന്നത്, ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വിവേകികളെന്നും ജ്ഞാനികളെന്നും അഹങ്കരിക്കുന്നവർക്കെല്ലാം ഒരു പാഠമാണ്. ഒരു ശിശുവായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം നമ്മെ എത്രമാത്രം ഉയർത്തും. നമ്മോട് ചോദിക്കാനിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. യജമാനനെ നീ എനിക്ക് 5 താലന്തല്ലേ നൽകിയത്, ഞാനിതാ 10 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കേണ്ട ഒരു ഉത്തരമുണ്ട്. നീ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊക്കെ അതിൻ്റെ ഒരു വലിയ വിളിയാണ്, ഒരു ദൈവവിളിയാണ് ഇന്ന് ഇവിടെ ക്ലിൻസിക്ക് ലഭിച്ചിരിക്കുന്നത്.
മാർട്ടിൻ പിതാവ് തന്നെ പറയുന്നു, ഞാൻ തന്നെ എൻ്റെ മകളുടെ ഈ PSC പരീക്ഷയ്ക്കുള്ള ഒരുക്കം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ലോകത്തിലുള്ള വലിയ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസനെ പോലെ തന്നെ അമ്മ പഠിപ്പിച്ചിട്ടാണ് ഇന്നൊരു ലോകത്തിന് വലിയ ശാസ്ത്രജ്ഞനെ കിട്ടിയതെന്ന് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിനും നാടിനും ഈ മാർട്ടിൻ എന്ന പിതാവ് മകളെ ഒരു വലിയ ഉദ്യോഗസ്ഥയായി ഉയർത്തിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആഷ്ന. ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു. ഞാൻ മുതുകുളം സെൻറ്റ് ജോസഫ് ഇളവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ ആനി. ഞാൻ BSc ഫോറൻസിക് സയൻസ് പഠിച്ച് 2023 കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷത്തോളം എനിക്ക് പുറത്തു പോയി ഉപരിപഠനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 വർഷത്തോളം വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടും സ്ഥലവും നിൽക്കുന്നത് നിലവായിട്ടുള്ള പ്രദേശത്താണ്. അതായത് നമ്മൾ കണ്ടം ഒക്കെ ആയിട്ടുള്ള പ്രദേശത്താണ്. അത് പുരയിടമാക്കിയാൽ മാത്രമേ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തുള്ളൂ. അപ്പം ഈ വിദേശ ഉപരിപഠനം ആയതുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് എന്തായാലും ഈ സ്ഥലം പുരയിടമാണ്, നമ്മൾ തരം മാറ്റം ചെയ്താൽ മാത്രമേ എനിക്ക് ലോണ് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ഈ 2 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രോസസ്സിങ് ഒന്നും ആകുന്നില്ലായിരുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഇങ്ങനെ കോളേജിൽ വെച്ച് കുറച്ച് പേരൊക്കെ ഉണ്ട് ഇങ്ങനെ കോളേജിൽ വെച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പുറത്തു പോയി പഠിക്കാം. അപ്പോൾ അവളുമാരെല്ലാവരും പോയി. അപ്പം ഞാൻ മാത്രം എനിക്ക് നല്ല വിഷമം. എൻ്റെ കൂടെയുള്ള 3 ഫ്രണ്ട്സും പോയി. എനിക്ക് നല്ല വിഷമം, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ 2025 ഏപ്രിൽ 21-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എൻ്റെ ഈ വീടിൻ്റെ തരം മാറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ അളക്കാനായിട്ടൊക്കെ വന്ന സർവേറും അവരൊക്കെ പറഞ്ഞു, മോളെ ഇത് നിനക്ക് അടുത്തിൻ്റെക്കിൽ എന്തായാലും പോകാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരുപാട് മാസങ്ങൾ സമയം എടുക്കുന്ന കാര്യമാണ്. കാരണം 23 വർഷമായിട്ട് നിലവായിട്ട് കിടന്ന സ്ഥലമാണ്. അതാണ് നമുക്ക് പുരയിടമാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് മാസങ്ങൾ സമയം എടുക്കും. അപ്പം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മുൻഗണനയ്ക്കൊക്കെ കൊടുത്താലും ഡയറക്റ്റ് കളക്ട്രേറ്റിലൊക്കെ പോയി സംസാരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ പപ്പായും അമ്മയും ഉടമ്പടി എടുത്തവരാണ്. ഞാനും ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ 1 by 1 ആയിട്ട് തുടങ്ങി. ഞങ്ങൾ കളക്ട്രേറ്റിൽ പോയി. അപ്പോഴും ഞാൻ ഉടമ്പടി വസ്തുക്കളും എല്ലാം കൊണ്ടാണ് പോയത്. ഉടമ്പടി ഉപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് പോയത്. രാവിലെ അവിടെ ചെന്നു. അവർ പറഞ്ഞ് കളക്ടറിൽ നിന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത്. അന്നേരം ഞങ്ങളുടെ അവസ്ഥയും പിന്നെ എനിക്ക് ആ ഒരു ഇൻടേക്കിൽ പോയില്ലെങ്കിൽ വീണ്ടും എൻ്റെ 2 വർഷവും കഴിഞ്ഞ് ഇനി അടുത്ത ഇൻടേക്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, കളക്ടർ ഉച്ച കഴിയുമ്പം വരും. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഏകദേശം 2:30-ക്കും 3 മണിക്ക് ഇടയ്ക്കാണ് കളക്ടർ വന്നത് അവിടെ. അതും മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് കളക്ടർ വന്ന് ഞാനും പപ്പായും വീണ്ടും ഉടമ്പടി ഉപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ കളക്ടറിൻ്റെ റൂമിൽ കയറി കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ എമർജൻസി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കളക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, കളക്ടർ ഇതുപോലെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്തായാലും മോളെ ഞാൻ നിനക്ക് സ്പീഡപ്പ് ആക്കി തരാം, ഒരു 3-4 മാസത്തിനുള്ളിൽ നിനക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ 3-4 മാസമല്ല, ഒരു 8-9 മാസത്തോളം എടുക്കുന്ന കാര്യമാണ്. കളക്ടർ 3-4 മാസം അത്രയും പെട്ടെന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടും എൻ്റെ മനസ്സിലൊരിതുണ്ട്, 3-4 മാസം തന്നെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഞങ്ങൾ അത് അത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞ് ഇറങ്ങാനായിട്ട് പോയപ്പോൾ കളക്ടർ എൻ്റെ അടുത്ത് ചോദിച്ച്, നിനക്ക് അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. തികച്ചും ഒരു മാതാവിൻ്റെ ഇടപെടലാണ് കളക്ടർ വഴി ഞങ്ങളിന്ന് കണ്ടത്. കളക്ടർ ഇറങ്ങാൻ പോയ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ഫോൺ എടുത്ത് ആരോ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്ത്. പിന്നീട് ഈ തരം മാറ്റം അത് ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലും ഈ സർവേയറിൻ്റെ അടുത്തും താലൂക്കിലും എല്ലാം നമ്മൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കണം. അവരെല്ലാം എൻ്റെ അടുത്ത് ഒരുപോലെ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് മാത്രം ഇതെങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തും സാങ്ഷനായി വരുന്നു. കാരണം ഇത് നമ്മൾ ഫോം 5 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഈ പറഞ്ഞ വില്ലേജിലും കളക്ട്രേറ്റിലും കൃഷി ഓഫീസിലും എല്ലാം പാസ്സാവണം. വീണ്ടും ഫോം 6 ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പാസ്സാകണം. അപ്പം ഇവിടെ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങൾ ഉടമ്പടി ഉപ്പും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് പോയത്. അപ്പം
ഇവർ തന്നെ പറയുന്നത് നിനക്ക് മാത്രം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എല്ലാം പെട്ടെന്ന് ശരിയായി തരുന്നു. കാരണം എമർജൻസി വെക്കുന്നവർക്കും അതിലും അവർക്ക് ഞാനും എമർജൻസി തന്നെ വെച്ചത്, പക്ഷേ എമർജൻസി വെക്കുന്നവരിലും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ പിന്നെ ഈ തരം മാറ്റത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി. എൻ്റെ എഡ്യൂക്കേഷൻ ലോണിനായിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഈ തരം മാറ്റത്തിൻ്റെ ഫൈനലായിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നമുക്ക് ഫീസ് അടയ്ക്കണം അതിൻ്റെ. നമ്മൾ കാരണം നിലവായിട്ട് കിടന്നതുകൊണ്ട് 25 സെൻറ്റ് വരെയാണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടാത്തതുള്ളത്. ഞങ്ങൾ അളന്നു വന്നപ്പോൾ 26 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ 1 സെൻറ്റ് നമുക്ക് കൂടിപ്പോയതുകൊണ്ട് 76,000 രൂപയോളം ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. പെട്ടെന്നാണ്, ഞങ്ങൾ അത്രയും എമൗണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്ന്. അങ്ങനെ പെട്ടെന്ന് അതും കൂടെ ചെയ്തല്ലേ എനിക്ക് ബാങ്കിലെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടാക്സ് അടയ്ക്കേണ്ട ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിനോട് അത്രയും അടുത്തുള്ള ഒരു വ്യക്തിയുണ്ട്, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. പുള്ളി ഞങ്ങളുടെ വീട്ടിലങ്ങനെ എപ്പോഴും വരാത്തേക്ക് ഒരാളാണ്. അന്ന് എന്തോ ഒരു ആവശ്യത്തിന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വീട്ടിൽ നിൽക്കുന്ന കാര്യം അറിയാം, കാരണം പുറത്തു പോകാനായിട്ടുള്ള ഇതിലൊക്കെ നിൽക്കുന്ന കാര്യമൊക്കെ അവർക്കറിയാം. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ പോകുന്ന കാര്യമൊക്കെ എന്തായി? ഞാൻ പറഞ്ഞു, തരം മാറ്റത്തിൻ്റെ കാര്യമെല്ലാം ശരിയായി, എനിക്ക് ഇനി ഇത്രയും പൈസ ടാക്സ് അടച്ചാലേ ബാക്കി ബാങ്കിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ രാവിലെ റെഡി ആയിട്ട് നിൽക്ക്, നമുക്ക് പോയി അതിൻ്റെ റെസിപ്റ്റ് അടച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. പുള്ളി തന്നെ എനിക്ക് പൈസ അടച്ച് ഞങ്ങൾ റെസിപ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് പുള്ളി വലിയ കാശുള്ള ആളൊന്നും അല്ല, പുള്ളി ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയാണ് എനിക്ക് പെട്ടെന്ന് 76,000 രൂപ അന്ന് സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. അതുപോലെ തന്നെ ഇത് പൈസ അടച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാങ്കിലെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പൈസയ്ക്ക് ആവശ്യം വന്നു. നമ്മൾ ലോണ് നമുക്ക് റെഡിയായി കിട്ടുന്നതിന് മുൻപ് നമുക്ക് കോളേജിൽ കുറച്ച് പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പുള്ളി തന്നെ വീണ്ടും സഹായിച്ച്, ആ ഓട്ടോ ഓടിക്കുന്ന ആൾ വീണ്ടും സഹായിച്ച്. പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് 2 പ്രാവശ്യം കോളേജിൽ പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിന് മുമ്പായിട്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം പുള്ളി കുറച്ച് സ്വർണവും കാര്യങ്ങളും തന്നെ സഹായിച്ചു. 2ാമത്തെ പ്രാവശ്യം പുള്ളിയുടെ പേരിൽ ലോൺ എടുത്ത് എനിക്ക് പൈസ പോകാനായിട്ടുള്ളത് തന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി, ലോണും എല്ലാം റെഡിയായി. ഞാൻ പോകാനായിട്ട് ഇനി എനിക്ക് വിസയ്ക്ക് വെക്കാനായിട്ട് എൻ്റെ ഇത്രയും കാര്യങ്ങൾ ശരിയായി വന്നപ്പം എനിക്കിനി കോളേജിൽ ക്ലാസ് തുടങ്ങുന്നതിന് കറക്റ്റ് 1 വീക്കേ ഉള്ളൂ. ആ ഒരു വീക്കിനുള്ളിൽ ഞാൻ വിസയ്ക്ക് വെക്കുകയും വേണം, എനിക്ക് വിസ വരുകയും വേണം, ഞാൻ ടിക്കറ്റ് എടുത്ത് പോവുകയും വേണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരാഴ്ചയുള്ളൂ. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ എൻ്റെ കൂടെ കയറി പോയിട്ടുള്ള പിള്ളേരും പറഞ്ഞു, നീ എന്തായാലും സ്റ്റാൻഡേർഡ് വിസ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരാഴ്ചക്കുള്ളിൽ കിട്ടത്തില്ല, കാരണം ഇപ്പോൾ പീക്ക് ടൈം ആയതുകൊണ്ട് നിനക്ക് സമയമെടുക്കും. അതുമാത്രമല്ല നിനക്കിനി ടിക്കറ്റ് പോലും നീ എടുത്തിട്ടില്ല, ഈ ഒരാഴ്ചക്കുള്ളിൽ വിസ നീ അവിടെ പോയി VFSൽ പോയി അപ്ലൈ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഞാൻ BSc ഫോറൻസിക് സയൻസ് ആയിരുന്നു പഠിച്ചത്. ഞാൻ MSc അഡ്വാൻസ്ഡ് സൈബർ സെക്യൂരിറ്റിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ VFSൽ പോയി. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു 7 ദിവസത്തിനുള്ളിൽ, ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സാക്ഷ്യത്തിനകത്തൊരു കുട്ടി പറഞ്ഞു 7 ദിവസത്തിനുള്ളിൽ സ്റ്റാൻഡേർഡ് വിസ ലഭിച്ചു, അവൾക്ക് വിസ ലഭിച്ചു എന്ന് പറഞ്ഞ് അവൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. ഞാനും ആലോചിച്ചു, ഞാൻ എന്തിനാ എക്സ്ട്രാ പൈസ അടച്ച് വെക്കുന്നത്, എനിക്ക് ഒരാഴ്ച സമയമുള്ളെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മ സഹായിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അങ്ങനെ 7ാമത്തെ ദിവസം എനിക്ക് പിന്നെ വിസയ്ക്ക് വെച്ചിട്ട് വന്ന ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ഡൗണാണ് എൻ്റെ മനസ്സിൽ. വിസ വന്നില്ലല്ലോ, ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് വെച്ചിട്ടുള്ളത്, എനിക്ക് ക്ലാസ് തുടങ്ങാനുള്ള ടൈമായി, വിസ വന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു കുട്ടി അവൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, അവളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു, അവൾക്ക് വിസ ഇതുപോലെ പുറത്തു പോകാനായിട്ട് ഇരിക്കുകയാണ്. അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾക്ക് വിസ വന്നതായിട്ട് ഞാൻ സാക്ഷ്യം കേട്ടു. അപ്പോൾ എനിക്ക് വീണ്ടും വിശ്വാസമായി. അങ്ങനെ 7ാമത്തെ ദിവസം എനിക്ക് വിസ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ദിവസം, സ്റ്റാൻഡേർഡ് വിസയാണ്, എന്നിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് 7ാമത്തെ ദിവസം വിസ വരുമെന്ന്. ഞാൻ 7ാമത്തെ ദിവസം ഇവിടെ വന്നു. ആ കുട്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അവളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് അവൾക്ക് മെയിൽ വിസ വന്നു എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അമ്മയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഉടമ്പടി പുതുക്കി, 3ാമത്തെ വട്ടം ഉടമ്പടി പുതുക്കി. ഞങ്ങൾ ഉടമ്പടി കുറേ നേരം വെയിറ്റ് ചെയ്തു, വൈകിട്ട് വരെ ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ വിസ വരുമെന്ന് വിചാരിച്ച്. പക്ഷെ എൻ്റെ വിസ വന്നില്ല. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം വീണ്ടും വാങ്ങി ഞാൻ തിരിച്ചുപോയി.
തിരിച്ചുപോയി. പിറ്റേ ദിവസം എനിക്കൊരു ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ റിലേറ്റീവ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്ത് വെച്ചാണത്. അപ്പം ഞാനും എൻ്റെ പപ്പയും കൂടെ കൊല്ലത്ത് ഇതുപോലെ മരിപ്പിന് പോയിട്ട് രാത്രി സമയത്ത് തിരിച്ച്, ഞങ്ങൾ 2 വീലറിലാണ്, ഞങ്ങൾ രാത്രി സമയത്ത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. തിരിച്ച് വന്ന് ഇടയ്ക്ക് വെച്ച് പപ്പ ഒരു കടയിൽ കയറി, ഞാൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. രാത്രി ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ മെയിലിൽ വിസ അപ്രൂവ്ഡ് ആയി എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഞാൻ അത് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മുന്നിലത്തെ ദിവസം സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്ന ദിവസമാണ് എൻ്റെ വിസ അപ്രൂവ് ആയിരിക്കുന്നത്. ഞാൻ ഇവിടെ സാക്ഷ്യം പറയണം എന്ന് വിചാരിച്ച് വന്ന ദിവസം വിസ അന്നോട്ടാണ് എൻ്റെ വിസ അടിച്ചവർ തന്നിരിക്കുന്നത്. അതിന് ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു, അമ്മ വഴി എനിക്ക് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന്. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 28 പോയത്, UK പോയത്. അതുപോലെ തന്നെ ഞാനിപ്പം അഡ്വാൻസ്ഡ് സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ സ്വന്തം ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി 10 ദിവസത്തേക്ക് വന്നതാണ്. 10 ദിവസത്തേക്ക് വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീക്കിലാണ് ഇങ്ങോട്ട് വന്നത്. ആ വരുന്ന സമയത്തിന് തൊട്ട് മുന്നിലത്തെ ദിവസം എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായിപ്പോയി. യുദ്ധമൊക്കെ നടക്കുന്ന കാരണം റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. ആ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായത് തന്നെ ഞാൻ അറിഞ്ഞില്ല. കാരണം എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു നാട്ടിൽ വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു കയറി പോകാൻ. എൻ്റെ കയ്യിൽ പൈസയും ഇല്ല. ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു 2-3 ദിവസം കൂടെ നീട്ടി ഈ 8-ാം തീയതി റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് ഒരു 11-ാം തീയതി എങ്കിലും ആക്കിയിട്ട് തിരിച്ചു പോകാനായിട്ട് ഞാൻ സൗദി അറേബ്യൻ എയർലൈൻസിലാണ് വന്നത്. അപ്പം ജസ്റ്റ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി എത്ര രൂപയാകും. എൻ്റെ പൈസ ഇല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറി വിസിറ്റ് ചെയ്ത് നോക്കി ഒരു 2-3 ദിവസം കൂടെ നീട്ടുന്നതിന് എത്ര ആവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തപ്പം ഓൾറെഡി എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായി. എനിക്ക് 14-ാം തീയതി അവരായിട്ട് തന്നെ റിട്ടേൺ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും, ഞാൻ ക്യാൻസലേഷനും കാര്യങ്ങളൊന്നും വെക്കാതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പൈസ അടച്ചിട്ടേ എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. ഇത് അവരായിട്ട് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ്. അത് മാതാവായിട്ട് എനിക്കത് ചേഞ്ച് ചെയ്ത് ക്യാൻസൽ ചെയ്ത് വേറെ ഡേറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതെൻ്റെ അമ്മ ഒരു പ്രാവശ്യം കിച്ചണിൽ നിന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുക്കർ പൊട്ടിത്തെറിച്ചു. കുക്കർ നമ്മുടെ ടോപ്പിൽ അവിടെ റൂഫിൽ പോയി ഇടിച്ച് തിരിച്ച് അമ്മയുടെ ഫേസിൻ്റെ സൈഡിൽ കൂടെയാണ് കുക്കർ പോയത്. ഞാൻ വളരെ പേടിച്ചു. ഗ്യാസ് ലീക്കാവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ പോയി ഗ്യാസ് ഓഫ് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളെല്ലാവരും സേഫായിട്ടുണ്ട്, ഒന്നും പറ്റിയില്ല. എൻ്റെ ബ്രദറിൻ്റെ ലൈഫിലും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ പപ്പായുടെ ലൈഫിലും നടന്നിട്ടുണ്ട്. അത് അവർ നേരിട്ട് വന്നിവിടെ സാക്ഷ്യം പറയും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ 1-ൽ കൂടുതൽ പ്രാവശ്യം മാതാവ് പച്ചത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഇവിടെ ആലപ്പുഴയിൽ 1-2 അനാഥാലയങ്ങളിലൊക്കെ ഞങ്ങൾ ഡ്രസ്സും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസയും അവിടെ ഞങ്ങൾ പറ്റുന്നിടത്തോളം പ്രാവശ്യമൊക്കെ സന്ദർശിക്കുമായിരുന്നു. അങ്ങനെ പാവപ്പെട്ടവരെ അല്ലാതെ വീടിൻ്റെ അടുത്തും ഇങ്ങനെ കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉള്ള വീടുകളിലെല്ലാം നമ്മൾ ആൾക്കാരെ എല്ലാവരും സഹായിക്കാൻ പറ്റുന്നിടത്തോളം സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതമാണെങ്കിൽ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ച പോയതുകൊണ്ട് അല്ലാതെ എല്ലാ ദിവസവും പോയതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിച്ച് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിൻ്റെ കാര്യത്തിൽ ഇനിയും സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും, നീ ഡെയിലി പള്ളിയിൽ പോയി നോക്ക്. അങ്ങനെ ഞാൻ ഡെയിലി പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ വരുമ്പം ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും, ഈ നമ്മുടെ മലയാളീസ് അല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും, ആരെങ്കിലും ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ ചോദിക്കുമ്പം ഞാനാണ് മിക്ക ആളുകൾക്കും ആ ഒരു സാക്ഷ്യം ഫുള്ള് ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേഴ്സണൽ ചാറ്റ് ഉണ്ട്. ആ ചാറ്റിൽ ഞാൻ ഡെയിലി എനിക്ക് ദൈവം അന്ന് വന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്ദി പറഞ്ഞ് നോട്ട് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാറുള്ളത്. ഇനിയും മുന്നോട്ട് എൻ്റെ മരണം വരെയും എനിക്ക് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ മറ്റന്നാൾ തിരിച്ചു പോവാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. താങ്ക് യു. ഉയരത്തിൽ നിന്നും കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18-16 വചനങ്ങൾ. ദൈവം തൻ്റെ ജനത്തെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്ന് ആഴങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആഴമുള്ള വെള്ളം ഒരുപക്ഷെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും
ബുദ്ധിമുട്ടുകളും ജോലിയില്ലായ്മകളും പ്രതിസന്ധികളുമൊക്കെ ആവാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ഒരു ആത്മീയ വിശ്വാസ ബന്ധമാണ് നാം ഈ ദൈവവുമായിട്ട് സ്ഥാപിക്കുന്നത്. ആ ബന്ധമുള്ളപ്പോൾ ഉയരത്തിൽ നിന്ന് കൈനീട്ടി വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പെരുവെള്ളത്തിൽ വീഴാതെ നമ്മെ പൊക്കിയെടുക്കുന്ന ഒരമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ കൂടെയുള്ളത്. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം, പക്ഷെങ്കിൽ ഉടമ്പടി വിശ്വാസം നമ്മെ വീണ്ടും പിടിച്ചുയർത്തുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോടൊപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് ഈ സന്നിധിയിൽ നാം കേൾക്കുന്നത്. ആഷ്ന അഗസ്റ്റിൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ മോളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ഉപരിപഠനം നടത്തണമെന്ന്. ഫോറൻസിക് സയൻസ് BSc എക്സാം പഠിത്തം കഴിഞ്ഞിട്ട് ഈ മകൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴോ വളരെ ഏറെ തടസ്സങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ലോൺ കിട്ടണമെങ്കിൽ തരം മാറ്റം നടത്തണം, അത് കിട്ടണമെങ്കിൽ വീണ്ടും സമയമെടുക്കും. അങ്ങനെ കുറേ സമയം എടുക്കേണ്ട സമയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ മകൾ ഉടനെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. അച്ഛനും അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ മകൾ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത ഉടനെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങളാണ് നമ്മളെ താങ്ങി നിർത്തുന്ന, ഉയർത്തിന്ന് കൈനീട്ടുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് കളക്ടറെ കാണാൻ പോയപ്പോൾ 3-4 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ എമർജൻസി വെച്ചാൽ പോലും അതിലും കൂടുതൽ സമയമെടുക്കും. പക്ഷെങ്കിൽ ഈ മകൾ വിശ്വാസത്തോടെ പറഞ്ഞത് അമ്മ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാം മുന്നോട്ട് പോവുകയാണ്. ആ കളക്ടറിൻ്റെ സാന്നിധ്യം തന്നെ ഒരു നല്ലൊരു ഇടപെടലായിരുന്നു, മാതാവിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു. കാരണം ആ കളക്ടറിൽ കൂടെ തന്നെയാണ് ഈ മകൾക്ക് എല്ലാ കാര്യവും നടത്തുവാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാനും ഉടമ്പടി വസ്തുക്കളായ കാശ്, രൂപ, ഉടമ്പടി ഉപ്പുമെല്ലാം ഈ അച്ഛൻ്റെയും മകളുടെയും കൈവശം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കളക്ടറിനെ കാണാൻ പോകുന്നത്. ഓരോ പേപ്പർ ഫോർവേഡ് ചെയ്യുമ്പോഴും അവിടെയെല്ലാം പ്രാർത്ഥിച്ചാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഒരു പേപ്പറെല്ലാം ഫോർവേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 8 മാസം 1 വർഷം എടുക്കേണ്ട കാര്യങ്ങൾ സമയ ചുരുക്കത്തിന് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് തന്നെ മാസങ്ങളല്ല വെറും ദിവസങ്ങളാണ് ഈ മകൾക്ക് വേണ്ടി വന്നത്. പെട്ടെന്ന് തന്നെ പല ഓഫീസിൽ കൂടെ കയറി ഇറങ്ങേണ്ട ഫയൽസാണ്. പഞ്ചായത്ത് ഓഫീസ്, താലൂക്ക് സർവേയർ, അങ്ങനെ പല ഓഫീസിൽ കയറി വരേണ്ട ഈ ഫയലുകൾ എത്രയും പെട്ടെന്ന് നമുക്കറിയാം. സമയ ചുരുക്കത്തിന് അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് എന്ത് തന്നെ ഏർജൻ്റായിട്ട് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മ തന്നെയാണ് ആ കളക്ടറിൽ കൂടെ പെട്ടെന്ന് തന്നെ ആ കളക്ടറിൻ്റെ ഇടപെടൽ കൂടെ ആ സാന്നിധ്യവും ആ സംസാരവും ആ ഇടപെടലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമായിട്ടാണ് ഈ മകൾക്ക് തോന്നിയത്. അങ്ങനെ ആ വലിയ മനുഷ്യൻ്റെ സഹകരണത്തിലെ സഹായത്വം കൂടിയാണ് ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ സാധിച്ചത്. പിന്നീടുള്ളതാണ് ടാക്സ്. അതും വളരെ കാലമായിട്ട് ആ വ്യക്തി വീട്ടിൽ വരാതിരുന്ന വ്യക്തിയാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ വ്യക്തി വരികയും ഈ മകൾക്ക് 76,000 രൂപ പെട്ടെന്ന് കൈവശമില്ല. ആ കാശുണ്ടെങ്കിലേ അവർക്ക് ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ആ വ്യക്തി തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, മോൾ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ എനിക്ക് ടാക്സ് കൊടുക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ ടാക്സിനുള്ള എമൗണ്ട് അവിടെ കിട്ടുകയാണ്. പിന്നീട് പറയണത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു ലോണുണ്ട്, ആ ലോൺ അടയ്ക്കേണ്ട കാശ് അടയ്ക്കണം. വീണ്ടും അവർ പ്രതിസന്ധിയിലായി. അവിടെയും ഈ വ്യക്തി തന്നെ വീണ്ടും ഇങ്ങോട്ട് വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതാണ് പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട. എത്ര ലക്ഷങ്ങളായാലും എത്ര കടങ്ങളായാലും എത്ര ബുദ്ധിമുട്ടുകളാണെങ്കിലും ഈശോയും അമ്മയും ഇടപെട്ട് അമ്മ തന്നെയാണ് ഓരോരുത്തരെയും നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ കാര്യം നടത്തുവാനായിട്ട് നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഈ മകൾക്ക് അക്കാര്യവും നടന്നു കഴിഞ്ഞു. പിന്നീട് ഈ മകൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ പേപ്പർ വർക്കും ക്ലിയറാക്കി. വിസയ്ക്കാണ് വെച്ചപ്പം തന്നെയും അത് സ്റ്റാൻഡേർഡ് വിസയ്ക്ക് എടുത്താൽ വീണ്ടും ബുദ്ധിമുട്ടാകും, അത് സമയമെടുക്കും. പിന്നീട് പല സാക്ഷ്യങ്ങളിലാണ് ഈശോയും അമ്മയും ഈ മകളോട് സാക്ഷ്യത്തിൽ കൂടിയാണ് സംസാരിച്ചത്. വേറൊരു വ്യക്തി 7 ദിവസത്തിനുള്ളിൽ വിസ കിട്ടിയതിൻ്റെ സാക്ഷ്യം കേട്ടു. അപ്പോൾ ആ മകൾ 7 ദിവസത്തിന് വേണ്ടി സാക്ഷ്യത്തിൽ സംസാരിച്ചു, മാതാവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. പിന്നീട് വേറൊരു സാക്ഷ്യം കേട്ടത്, ഒരു മകൾ ടിക്കറ്റ് എടുത്തു, വിസ വന്നിട്ടില്ല, വിസ വരാനായിട്ട് 1 ദിവസം ബാക്കിയുള്ളൂ. പക്ഷെങ്കിൽ ആ മകൾ ഇവിടെ വന്ന് എന്തോന്ന് എനിക്കൊന്ന് 2-3 മാസം മുമ്പാണ് ആ മകൾ വളരെ വിശ്വാസത്തോടു കൂടെ വന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ ഉടനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മയുടെ സന്നിധിയിൽ. ടിക്കറ്റ് കയ്യിലുണ്ട്, വിസ കയ്യിലില്ല. ആ മകളിവിടെ പ്രാർത്ഥിച്ച് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് ആ മകൾ സാക്ഷ്യ കൗണ്ടറിൽ വന്ന് സാക്ഷ്യം പറയുകയാണ്, ഞാൻ ടിക്കറ്റുമായിട്ടാണ് വന്നത്, പക്ഷേ വിസ കിട്ടിയില്ല.
പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. രാവിലെ സ്വന്തം അമ്മയോട് പറഞ്ഞു, അമ്മേ വിസ വന്നിട്ടില്ല, നാളെ എൻ്റെ ടിക്കറ്റാണ്. അമ്മ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ അമ്മയുടെ അടുത്തേക്ക് പോകാം, കൃപാസന അമ്മയുടെ അടുക്കിലേക്ക് പോകാം, സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അങ്ങനെയാണ് അമ്മയും മകളും രാവിലെ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പോൾ അവർക്ക് വിസ കിട്ടുകയാണ്. വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യ ആയപ്പോഴത്തേന് അവർ ഓടി വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ആ മകൾ ഇവിടെ നിന്ന് പോയത്. അത്രയ്ക്ക് ഉറപ്പാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇതാണ്. സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയോട് പ്രാർത്ഥിക്കുന്ന എന്തും കിട്ടുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ ഉടമ്പടി വിശ്വാസത്തോടെ പാലിക്കുമ്പോൾ, വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ഇടപെടുന്നത്. അങ്ങനെ തന്നെയാണ് ഈ മകളുടെ കാര്യവും. 7-ാം ദിവസം ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്, അമ്മയെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം തിരിച്ചു പോയി. പിറ്റേ ദിവസം ഒരു മരണം ഉണ്ടായിരുന്നു, പോയി. പിറ്റേ ദിവസം ടിക്കറ്റ് മെയിൽ വന്നു. ചെക്ക് ചെയ്തപ്പോൾ 7-ാം തീയതി സെൻഡ് ചെയ്ത വിസയായിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഓരോ കാര്യവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉയരത്തിൽ നിന്ന് കൈനീട്ടുന്ന ദൈവം, നമ്മെ പിടിച്ചുയർത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് ഈ മകള് UK പോകാൻ സാധിക്കുകയും മാസ്റ്റർ ഇൻ അഡ്വാൻസ് സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റഡി പഠിക്കുവാൻ സാധിക്കാനുള്ള ഒരു സാഹചര്യം ഈശോയും അമ്മയും ഒരുക്കി കൊടുത്തത്. അതിന് പ്രത്യക്ഷീകരണ അമ്മയുടെ സാക്ഷിയായിട്ട്, അമ്മയ്ക്ക് സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമ്മയുടെ രോഗസൗഖ്യങ്ങളും. റിട്ടേൺ ടിക്കറ്റ് പോലെ ക്യാൻസലായത് മാക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയൊരു ആഗ്രഹം പോലും അമ്മ നടത്തി കൊടുക്കുകയാണ്, അമ്മയെ തിരിച്ചു പോകാൻ ഇച്ചിരി താമസിച്ചെങ്കിൽ എന്ന്. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി, വീണ്ടും പൈസ ഇല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അവിടെയും അമ്മയുടെ ഒരു ഇടപെടലാണ്. നമ്മുടെ ഓരോ മക്കളുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് അമ്മ കൂടെ നിൽക്കുമ്പോൾ, നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അമ്മയും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ മകളുടെ ആ ആഗ്രഹവും സാധിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആ സ്നേഹവും അടുത്തറിഞ്ഞ സമയം മുതൽ, അതായത് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഒരു വിശ്വാസ ബന്ധമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം, പക്ഷെങ്കിൽ അവിടെയെല്ലാം ഉയർത്തുന്ന നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ കൂടെ എന്ന് നമുക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയോടൊപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് ആവശ്യമുള്ളത്. പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ എത്താൻ സാധിക്കുന്നതും സഹായിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. കൃപാസനം അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്കും ആ ഉയരത്തിൽ നിന്നുള്ള കൈ നീട്ടുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും വിട്ടുകൊടുക്കാം. പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് പൊക്കിയെടുത്തു എന്ന് സങ്കീർത്തനം പറയുന്നത് പോലെ നമ്മളെ പൊക്കിയെടുക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം തന്നെ വിട്ടുകൊടുക്കാം. വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ആഷ്ന